അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ. ഇത് കേൾക്കുമ്പോ വെറുതെ എടുക്കുക. ഇപ്പൊ പല ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, മൊയ്ലിയന്മാരുള്ള ഗ്രൂപ്പുകൾ. അതിൽ ചില മൊയ്ലിയന്മാരിനോട് ചോദിച്ചാണ് അല്ല പോരെ എന്ന് ചോദിച്ചിട്ട് ഇതാ ഖുർആനിൽ ഇതാ അന്ന ആള് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണേ ചങ്ങാതി, ഞാനല്ല ഈ ചോദിക്കണേ, അല്ലേ ചോദിക്കണേ. ഖുർആനിലെ 39-ാം അധ്യായം, ഇപ്പൊ ഞാൻ ഓതിയ സൂറത്ത് സുമറിലെ 36-ാമത്തെ വചനത്തിൽ അല്ല ചോദിക്കുകയാണ് എന്റെ അടിമക്ക് ഞാൻ പോരെ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ എന്താണ് ബാക്കി? അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുകയോ, മൊയ്തീൻ ഷെയ്ഖിന്റെ കുരുത്തക്കേട്, മമ്പറന്നങ്ങളെ കുരുത്തക്കേട്, തട്ടും ബഹയ എന്ന് പറയുന്നത് അല്ല ചോദിക്കുകയാണ്. നിങ്ങൾ അവരെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കണോ? നിങ്ങൾക്ക് അല്ല പോരെ? അത് അല്ല ചോദിച്ചതാ. ഇനി ഞാൻ ചോദിക്കണം, അല്ല പോരെ എന്ന് അല്ല ചോദിക്കുമ്പോ ഏത് കാര്യത്തിലാണത്? ഒരടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കണേ ഏത് കാര്യത്തിലാണ്? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറാട്ടയും ചായയും കൊണ്ട് അറിയും, അത് അള്ളഹാനോട് ചോദിക്കണ ചോദ്യ? അള്ളഹാനോട് ആരെങ്കിലും പൊറാട്ടയും ചായയും ചോദിക്കലുണ്ടോ? എന്താണ് ആ പറയുന്നത്? അതാർക്കും അറിഞ്ഞുകൂടാത്തത്, ഏത് മനുഷ്യർക്ക് അത് മനസ്സിലാത്തത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫൈസൽ മലയൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ ചില ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാവൂദ് നബിയുടെ കയ്യിൽ ഇരുമ്പ് വന്നാൽ അതിങ്ങനെ പശിമയുള്ളതായി മാറും. അതാണ് അദ്ദേഹത്തിലൂടെ അള്ള പ്രകടിപ്പിച്ച മുഅ്ജിസത്ത്. അതായത് മാവ് കുഴച്ച പോലെ. ആര്? ദാവൂദ് നബിയുടെ കയ്യിൽ. അപ്പോ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചില്ലേ? അപ്പൊ ചോദിച്ചുകൂടെ? ഞാൻ അവരോട് പറഞ്ഞു കാര്യകാരണ ബന്ധത്തിന് അതീതമായി അവിടെ ഒന്നുമില്ല. സാധാരണ ചോദ്യം എന്താ? ഇരുമ്പ് കൊണ്ട് കുടാൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കൊല്ലനോട് നമ്മൾ എന്ത് പറയും? കുടാൾ ഉണ്ടാക്കിത്താൻ. പടയങ്കി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളോട് നമ്മൾ പടയങ്കി ഉണ്ടാക്കിത്താൻ. അതേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഭൗതികമായൊരു കാര്യമാണ് അവർ ചോദിച്ചത്. അതിൽ ഇരുമ്പ് ദാവൂദ് നബിയുടെ കയ്യിലെത്തി അത് പശിമുള്ളതാവും. ഇനി അതേ കാര്യമാണ് അവർ ചോദിച്ചതെങ്കിൽ ആ പശിമയുള്ള സംഗതി കൊണ്ട് കത്തി ഉണ്ടാക്കാൻ കഴിയോ? നിങ്ങൾ ചിന്തിക്ക്, പടയങ്കി ഉണ്ടാക്കാൻ കഴിയോ? അതായത് ദാവൂദ് നബിയുടെ കയ്യിൽ പരിക്കനായൊരു കമ്പി കിട്ടിയാൽ അത് വെറുതെ ഇങ്ങനെ വളച്ചാൾ വളയും, അതിങ്ങനെ ചുറ്റിയാൽ അങ്ങനെ ചുറ്റും, അത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഉണ്ടയാവും, എന്തും ആവും. പക്ഷെ അവര് ചോദിക്കുന്നത് എന്തല്ല? ആ കഴിവ് ഞങ്ങൾക്ക് തരണമെന്നല്ല, നിങ്ങൾ ആ കാണിക്കുന്ന വിദ്യ ഞങ്ങൾക്ക് തരണമെന്നല്ല. ഇനി ആ സംഗതി എന്നെയാണ് ചോദിക്കുന്നതായിരിക്കുക എങ്കിൽ അത് കമ്പിയാകാൻ പാടില്ല, അത് പടയങ്കിയാകാൻ പാടില്ല. കാരണം മാവ് കുഴച്ച പോലെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല അവർ ചോദിച്ചേ. നേരെ മറിച്ച് അതുപയോഗിച്ച് കമ്പി ഉണ്ടാക്കാൻ, അതുപയോഗിച്ചുകൊണ്ട് വാളുണ്ടാക്കാൻ, അതുപയോഗിച്ചുകൊണ്ട് പടയണ്ടി ഉണ്ടാക്കാൻ ഏതൊരു കൊല്ലനും കഴിയുന്ന കഴിവ് അത് ദാവൂദ് നബിക്ക് കൊടുത്തു. പക്ഷെ ദാവൂദ് നബിക്ക് മാത്രം മറ്റാർക്കില്ലാത്ത കഴിവ് എന്തേ? ആ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് വന്നാൽ അത് പശുമുള്ളതായി തീരും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ കേരള സർക്കാരുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ് AP ഉസ്താദൊക്കെ, എല്ലാവർക്കും അറിയാവുന്ന പരസ്യ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കുറെ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 3000-ഓ 4000-ഓ കോടിയാണ് കാസർഗോഡ് ഒരു പാലം ഉണ്ടാക്കാൻ. 4000 കോടി. എത്ര വലിയ ലെങ്ത് കമ്പിയാണ് അവിടെ കൊണ്ടുവരുന്നത്. ദാവൂദ് നബി മരിച്ചതിന് ശേഷം ആ മുഅ്ജിസത്ത് നിന്ന് ചോദിക്കാമെങ്കിൽ കാന്തപുരം ഉസ്താദിന് എന്ത് ചെയ്യാ? സർക്കാരിനോട് പറയും, പിണറായി വിജയനോട്, നിങ്ങൾ ബേജാറുണ്ട, കമ്പി നിന്റെ വക, കമ്പിന്റെ വക. ദാവൂദ് നബിക്ക് അള്ള കൊടുത്ത മുഅ്ജിസത്ത് നിന്ന് കമ്പി കൊണ്ടുവരും. ഞങ്ങൾ ലോറിക്കണക്ക് ഇതേടുന്ന കമ്പി TMT കമ്പിയല്ല, കൈരളി കമ്പിയല്ല, PK സ്റ്റീൽസ് അല്ല, ദാവൂദ് കമ്പി. ഒരു നബീന്റെ പേരിൽ ഇതാ കമ്പി എല്ലാ കെട്ടിടത്തിനും നോളർ സിറ്റി ഉണ്ടാക്കാൻ അങ്ങനെ കിട്ടുമോ? ഞാൻ ചോദിക്കുന്ന, അവിടുത്തെ ജനങ്ങൾ വന്നിട്ട് ദാവൂദ് നബി ജീവിച്ചിരിക്കുമ്പോ അല്ല അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾക്ക് പടയങ്കി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ശരി, ദാവൂദ് നബി മരിച്ചതിന് ശേഷം ഈ ആയത്ത് പഠിപ്പിച്ച 34-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഈ അത്ഭുതം പഠിപ്പിച്ച റസൂലുള്ളാഹി പറഞ്ഞോ ദാവൂദ് നബിയോട് കെട്ടിടം ഉണ്ടാക്കാൻ കമ്പി വയ്ക്കാൻ? വേണ്ട. ബദർ യുദ്ധത്തിൽ ആയുധം വളരെ കുറവായിരുന്നു നബിയുടെ കയ്യിൽ. ദാവൂദ് നബിയോട് ചോദിച്ചാൽ പോരെ, കുറച്ച് ആയുധം കെട്ടിട്ടിരിയും ഉണ്ടായിട്ടില്ല. നമ്മൾ തമ്മിലുള്ള തർക്കം എന്താ? ഈ KP മുജാഹിദുകളും തമ്മിലുള്ള തർക്കം എന്താ? മരിച്ചുപോയ മഹാന്മാരോട് കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി നിങ്ങൾ അല്ലാഹുവോട് തേടുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് തേടുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഇതാണ് കാതലായ വശം. മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലം ഒരു പാറ കടിക്കാൻ പറഞ്ഞു അല്ല. അതിൽ നിന്ന് 12 ഉറവകൾ. ആ ഉറവ ഉണ്ടാക്കിയത് മൂസാ അലൈഹിസ്സലാം അല്ല. അടിക്കുക എന്നത് മാത്രം അദ്ദേഹം ചെയ്യണത്. അടിച്ചിട്ട് പാറയെ 12 ഉറവയാക്കിയത് പടച്ചറപ്പാണ്. ആ വെള്ളം ഒഴുക്കിയത് പടച്ചറപ്പാണ്. ആ വെള്ളം ഭൗതികമാണ്. ആ വെള്ളം ഉപയോഗിക്കുന്നത് ജനങ്ങളാണ്. ഒരു തെറ്റുല്ലയില്. നേരെ മറിച്ച് മൂസാ അലൈഹിസ്സലാം മരിച്ചിട്ട് മൂസാ നബിയോട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം വന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി ഇങ്ങനെ വിരല് നീട്ടിയിട്ട് വെള്ളം കൊടുത്തോ? സഹാബത്ത് വരൾച്ച നേരിട്ടു, നബി കബറും പുറത്തുനിന്ന് കൈ പുറത്തോട്ടിട്ട് വിരലിൽ കൂടെ വെള്ളം വന്നോ? ചോദ്യമാണ്, ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ചോദ്യമാണ്. അവര് ജീവിതകാലത്ത് ഒരാൾക്ക് കൊടുത്ത കഴിവെന്ന് ചോദിക്കും. ഒരു പ്രശ്നം അതില് ഇസ്ലാം കാണുന്നില്ല, ഇസ്ലാം അതിൽ കാണുന്നില്ല. നേരെ മറിച്ച് മരിച്ചതിന് ശേഷം അവർ ചോദിച്ചോ? മിമ്പറിൽ ഖുത്ബ നടത്തുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ മഴല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ദുആ ചെയ്തു, അവർക്ക് മഴ കിട്ടി, നമുക്കെതിരില്ല. മുജാഹിദുകൾക്കിടയിലോ സമസ്തക്കിടയിലോ എതിരഭിപ്രായമേ ഇല്ല. ഉണ്ടോ? ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം നമ്മൾ തമ്മിലില്ല. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്നുറപ്പുള്ള ഒരാളോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അയാളെടുത്തു പോയി പറയുന്നതിൽ നമുക്ക് കുറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്ത് ചെന്നു, എന്നിട്ട് ചോദിച്ചു, നബിയേ ഞങ്ങളുടെ നാട്ടിലെ മഴല്ല, വരൾച്ചയാണ്, നാക്കാലികൾ വരെ ചത്തൊടുങ്ങി, കൃഷിയിടങ്ങൾ ഉണങ്ങിപ്പോയി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. നമുക്കിടയിൽ തർക്കമില്ല. നേരെ മറിച്ച് എന്തിനാ അയാൾ റസൂലിന്റെ അടുത്ത് വന്നത്? അയാളെ നാട്ടിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? അങ്ങനെ ഉണ്ടായില്ല. ബഗ്ദാദിൽ കിടക്കുന്ന മൊയ്തീൻ ശൈഖിനെ നിങ്ങൾ ഇവിടെ വെച്ച് മുള്ളംപാറയിൽ വെച്ച് വിളിക്കുന്നു. അതിന്റെ മതം എന്താണ്? ഏത് ഖുർആനിന്റെ വചനമാണ്? ഏത് സുന്നത്തിനെ ബേസ് ചെയ്താണ്? ഏത് പ്രമാണത്തെ അവലംബിച്ചാണ്? ഇതാണ് ഞങ്ങളുടെ കാതലായ ചോദ്യം. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്തറിയോ? ശിർക്ക് നിങ്ങൾ ചെയ്യരുത്.